നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിൽ വരാൻ പോകുന്ന AD ഗ്രൂപ്പിന്റെ AD മാർട്ടിലേക്ക് പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്. സൂപ്പർവൈസർ, അക്കൗണ്ടന്റ്, റിസീവർ, കസ്റ്റമർ സർവീസ്, സെയിൽസ്മാൻ, സെയിൽസ് ഗേൾസ്, ടെക്സ്റ്റൈൽസ് ആൻഡ് ഇലക്ട്രോണിക് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്കാണ് ആവശ്യമുള്ളത്. കോൺടാക്ട് 9188954251. ഒഴൂർ തലക്കട്ടൂർ കൈരളി സാംസ്കാരിക കൂട്ടായ്മ ഓഫീസ് ഉദ്ഘാടനം ഹജ്ജ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ചടങ്ങിൽ പി ഹാരിസ് അധ്യക്ഷനായി. ഒഴൂർ തലക്കട്ടൂർ കൈരളി സാംസ്കാരിക കൂട്ടായ്മ ഓഫീസ് ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. പ്രവർത്തകർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് നവീകരിച്ച് നല്ലൊരു ഓഫീസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടങ്ങളിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഇപ്പോൾ കുട്ടികൾക്കുള്ള ഡിജിറ്റൽ ലൈബ്രറി, ഇപ്പോൾ എൻട്രൻസ് കോഴ്സിനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്, പാവങ്ങളായാലും കുട്ടികൾക്ക് ചിലപ്പോൾ അത്തരം പഠനങ്ങൾക്ക് വലിയ പണം വരും. അപ്പോൾ അത്തരത്തിലുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയാൽ കമ്പ്യൂട്ടറിൽ തന്നെ ആ കുട്ടികൾക്ക് വന്ന് അതിൻ്റെ റെഫറൻസ് ലൈബ്രറി ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും. നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഇനി മുതൽ സ്കോളർഷിപ്പ്, ഇത്തരം സംഘടനകളുടെ പ്രവർത്തനം കുറേ കൂടി കാര്യക്ഷമമാക്കാൻ സാധാരണക്കാരനും ഈ നമ്മുടെ സമൂഹത്തിനൊക്കെ തന്നെ ഉയർന്ന രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാൻ അവർക്ക് ന്യൂനപക്ഷ വകുപ്പ് കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യും. ഇന്നലെ ഒരു TV യിൽ ഞാനൊരു വാർത്ത കണ്ടു, ഇങ്ങനെ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തിട്ടില്ല. കാരണം ഒരു സ്കോളർഷിപ്പ് വിതരണം ചെയ്യണമെങ്കിൽ അപേക്ഷ ക്ഷണിക്കണം. ആ അപേക്ഷയിൽ അന്വേഷണം നടത്തണം. ആ അന്വേഷണത്തിൽ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പണം അവരുടെ അക്കൗണ്ടുകളിലേക്ക് അയക്കുക. അപ്പോൾ അതിന് ധാരാളം കടമ്പകൾ. അതങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അനർഹരായുള്ള ആളുകൾക്ക് ഈ പണം എത്തിച്ചേരും. അതുകൊണ്ടാണ് അത്രയും ശ്രദ്ധ ചെലുത്തി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി മുതൽ അതാത് പ്രദേശങ്ങളിലെ ക്ലബ്ബുകളെ, രജിസ്റ്റേർഡ് ക്ലബ്ബുകളെ നമ്മൾ സമീപിക്കാൻ പോവുക. എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കുന്നതിന് അവരുടെ സഹായം കൂടി നമ്മൾ തേടണം. അതോടൊപ്പം കുടുംബശ്രീ പോലുള്ള സംഘടനകളുടെ സഹായം തേടണം. അങ്ങനെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ അപേക്ഷകളിൽ അന്വേഷണങ്ങൾ പൂർത്തീകരിക്കണം. പി ഹാരിസ് അധ്യക്ഷനായി. സാംസ്കാരിക നിലയങ്ങൾ പ്രദേശത്തെ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും എന്നും ഒരു കൈത്താങ്ങായി നിലകൊള്ളണമെന്ന് മന്ത്രി പറഞ്ഞു. ഒഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിന പാലേരി, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ ജയൻ, ഒഴൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അസ്കർ കോറാട, പഞ്ചായത്ത് അംഗം KP രാധ, CK ഷിഹാബ്, AP ചാത്തപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ടി യാസിൻ സ്വാഗതവും മുനീർ കൂരിയിൽ നന്ദിയും പറഞ്ഞു. TVN ന്യൂസ്, താനൂർ. മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിൽ വരാൻ പോകുന്ന AD ഗ്രൂപ്പിന്റെ AD മാർട്ടിലേക്ക് പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്. സൂപ്പർവൈസർ, അക്കൗണ്ടന്റ്, റിസീവർ, കസ്റ്റമർ സർവീസ്, സെയിൽസ്മാൻ, സെയിൽസ് ഗേൾസ്, ടെക്സ്റ്റൈൽസ് ആൻഡ് ഇലക്ട്രോണിക് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്കാണ് ആവശ്യമുള്ളത്. കോൺടാക്ട് 9188954251.